നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റിക്വയർമെൻറ്റും അവരുടെ റെസ്പോൺസിബിലിറ്റീസും. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്ന് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹൈ എൻഡ് കമ്പനീസോ ഒരു പ്രൊഫഷണൽ കമ്പനീസോ മാത്രമേ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. കാരണം അവരുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവാം, ഇൻവെസ്റ്റേഴ്സ് അതിന് വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്നു, ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് വളർത്താൻ നോക്കുന്നു, നമ്മൾ ലോൺ എടുക്കുന്നു, നമ്മൾ ധാരാളം റിസ്ക് എടുക്കുന്നു, നമ്മൾ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു, മാർക്കറ്റുകൾ കണ്ടുപിടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? നമ്മളിപ്പോൾ ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ AI ചെയ്യുന്നു എന്ന് നമുക്ക് ഡ്രീം ചെയ്യാം. പക്ഷേ ആസ് ഓഫ് നൗ ആരാണ് ഇത് ചെയ്യുന്നത്? ഇതെല്ലാം എംപ്ലോയീസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഫിനാൻസിന് നമ്മൾ എന്തോരം കെയർ കൊടുക്കുന്നോ അത്രയും ഫിനാൻസ്, അക്കൗണ്ട്സ്, ബിസിനസ്സിനൊക്കെ എന്ത് കെയർ കൊടുക്കുന്നു ആ കെയർ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തില്ല എങ്കിൽ ആ ഭാഗം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പല ബിസിനസ്സുകളുടെയും ഫാളിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരാത്തതിന് ഇതിനൊക്കെ കാരണം മെയിൻലി ഇതിലുള്ള ഇഗ്നോറൻസോ ഇതിലേക്കുള്ള ധാരണക്കുറവോ ഇനി അറിഞ്ഞിട്ടും ഇമ്പോർട്ടൻസ് വേണ്ട എന്നുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ അപ്രോച്ച് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി എന്തുമാത്രം അതിൻ്റെ ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. കാരണം അവിടെ ഇമ്പോർട്ടൻസ് കിട്ടിയാലാണല്ലോ മൊത്തത്തിൽ ബിസിനസ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയി മാനേജ്മെൻറ്റാണത്. ബേസിക്കലി മാനേജിങ് എംപ്ലോയീസ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി പൊസിഷൻസ്, ഇവരെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണെന്നും പ്രൊഫഷണലാണെന്നും കണ്ടുകൊണ്ട് ഇവരെ ഹാപ്പിയാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് HR ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. ഇതെങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ എവിടെ നമ്മളൊരു ഇതിനു വേണ്ടി പോയാലും, കൺസൾട്ടൻസിക്ക് പോയാലും, ഫസ്റ്റ് മീറ്റിങ്ങിന് പോയാലും സാധാരണ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. ഈ കമ്പനിയുടെ, ഈ സ്ഥാപനത്തിന് ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണ് ഓടിപ്പോകുന്നത്? നമുക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടാറുള്ള ആൻസർ HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, 4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആ ഇത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ പറയും കുഴപ്പമില്ല സാറേ, അവർ എല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എന്നാലും എന്താണ് അവരുടെ ഫങ്ഷൻസ് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ നോർമലി കാണാറ് HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പേറോൾ പ്രോസസ്സ് ചെയ്യുക, ESI സമയത്ത് അടയ്ക്കുക, PF ESI സമയത്ത് അടയ്ക്കുക, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുക, അല്ലെങ്കിൽ ലേബർ ലോസിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, ടൈമിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുക, സാലറി കൊടുക്കാനുള്ള സാലറിയുടെ ബാക്കിയുള്ള ഡിഡക്ഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളെല്ലാം എത്തിക്കുക. ഇതൊക്കെയാണ് ഒരു HR എന്ന് പറഞ്ഞത് സാധാരണ ധരിച്ചിരിക്കുന്നത്. ഞാൻ ബിസിനസ് ഓണേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഇങ്ങനെ ഒരു ധാരണയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് മാറ്റുക. ഇത് HR ഡിപ്പാർട്ട്മെൻറ്റേ അല്ല. കാരണം ഈ ഫങ്ഷൻസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അക്കൗണ്ട്സിലേക്ക് ഏൽപ്പിച്ച് നോക്കിയാൽ അവർ ഇത് തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് HR എന്നുള്ളൊരു ഒരു 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 ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത്? HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ടോട്ടലി ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഒരു ഫങ്ഷൻസ് ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. ഏറ്റവും ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സൈക്ലിക് ഓർഡറിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഫസ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നമുക്ക് വേണ്ട ആളെ അപ്പോയിൻ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ 2 രീതിയിൽ അപ്പോയിൻമെൻറ്റ്സ് നടത്താറുണ്ട്. ഒന്ന്, കിട്ടുന്ന ആളെ എടുക്കും, എന്നിട്ട് ഈ പൊസിഷനിലേക്ക് സ്യൂട്ടാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഏകദേശ ധാരണ വെച്ചിട്ട് അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് കിടക്കാണ്ട് ആ വരുന്ന ആളുടെയോ അവരുടെ ക്വാളിറ്റീസ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ USPs, അതായത് എക്സ്ട്രാ എന്തവർ എവിടെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അത് മനസ്സിലാക്കാണ്ട് നമ്മളിവിടെ എടുത്താൽ അത് റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പ്ലേസ് ആവില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ട ജോബ് റിക്വയർമെൻറ്റ് ഡിഫൈൻ ചെയ്യുക, ഈ ഡെഫിനിഷനിലേക്കുള്ള ആളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, ഇതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ളവരെ ഈ ക്രൈറ്റീരിയസ് എല്ലാം വെച്ചുള്ളവർ എടുക്കുക. അപ്പോൾ റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പ്ലേസ് ആവും.
ഇതിൻ്റെ ഉത്തരവാദിത്വം HR ഡിപ്പാർട്ട്മെൻറ്റിനാണ്. പക്ഷേ അവർക്കതിനുള്ള ഫ്രീഡം കൊടുക്കണം. ഇനി റിക്രൂട്ട് ചെയ്താൽ അടുത്ത എന്താണ്? ഇൻഡക്ഷൻ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളായി മാറുകയാണ്. അതും റൈറ്റായിട്ട് കൊടുത്തില്ലെങ്കിലത്തെ കുഴപ്പം, ആ പുതിയ വരുന്ന ആൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും പുതിയൊരു പ്ലേസാണിത്. ഇവിടുത്തെ കൾച്ചർ അറിയില്ല, മാനേജ്മെൻറ്റ് അറിയില്ല, ഇവിടുത്തെ സിസ്റ്റംസ് അറിയില്ല, ഒരു കാര്യം അറിയില്ലാണ്ട് നമ്മൾ വെറുതെ കൊണ്ടുപോയി ചേർത്താൽ അവർ ടോട്ടലി ഒരു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ മാതിരി. കാരണം എല്ലാം പുതിയതാണ്. അവർക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ വളരെ മോശമായിട്ട് തോന്നും, പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. അപ്പോൾ ഇൻഡക്ഷൻ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇൻഡക്ഷൻ ചില സ്ഥലങ്ങളിൽ 3 ദിവസമായിരിക്കാം, ചിലപ്പോൾ 5 ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം. അത് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നു. ആദ്യ കൾച്ചർ, നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി സംസാരിക്കുന്നു. ആദ്യത്തെ 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ആ ഓർഗനൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പ്രൊമോട്ടേഴ്സ്, അവരുടെ എംപ്ലോയീസ്, അവരുടെ മാനേജ്മെൻറ്റ്, അവരുടെ സിസ്റ്റംസ്, അവരുടെ വാല്യൂസ്, അവരുടെ പ്ലാൻസ്, ഫ്യൂച്ചർ, വിഷൻ, മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ എംപ്ലോയി എത്ര ചെറിയ ലെവലിൽ എടുത്താൽ പോലും അവരെ അവരെ മനസ്സിലാക്കാനുള്ളൊരു വഴി വേണം. ദെൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൊണ്ടുനടന്ന് ട്രെയിനിങ്സ് വേണം അറ്റ്ലീസ്റ്റ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ നടക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവും. രണ്ടാമത് അവിടെ ഒരു കുറച്ചുകൂടെ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇവർക്കൊരു അകൽച്ചയില്ലാണ്ട് ഒരു സിറ്റുവേഷൻ വരും. ഇത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അവരുടെ ജോലി എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റേ HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫങ്ഷൻ. പല സ്ഥലത്തും ഞാൻ കണ്ടേക്കണേ, എംപ്ലോയീസിനെ എടുക്കും, അവരെ അസസ് ചെയ്യുന്നത് ഈ ഒരു ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. അസസ് ചെയ്യുന്നത് ഒരു ഗസ്സാണ്. ഇത് ശരിയല്ലെന്ന് തോന്നുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണേ, അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത് ഈ ഓർഗനൈസേഷനിൽ. പിന്നെ അടുത്തത് എന്താണ്? ട്രെയിനിങ്. അത് വേണ്ട സമയത്ത് വേണ്ടവർക്കുള്ള ട്രെയിനിങ്. ഞാൻ ബഡ്ജറ്റിൻ്റെ സെഷനിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു ആനുവൽ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഇയറിൽ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതാത് മാസങ്ങളിൽ വരുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പൈസ കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ട് ഫണ്ട് ബ്ലോക്കായിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കരുത്. ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൈറ്റാണ് ആ ഫണ്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ ട്രെയിനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്ങിലൂടെ നമ്മുടെ എംപ്ലോയീസും ഡെവലപ്പ് ചെയ്യണം. അവരും മാർക്കറ്റ് വാല്യൂ ഉള്ളവരാവണം, അവരും ഇൻഫർമേഷൻ ഉള്ളവരാവണം, അവർക്കും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളവരാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസിനെ വെച്ച് നമുക്ക് ഈ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടൻഷൻ. അതായത് നമ്മുടെ എംപ്ലോയീസ് നമുക്ക് നഷ്ടപ്പെടാണ്ടിരിക്കുക. നല്ല എംപ്ലോയീസ് നമുക്ക് കിട്ടുന്നു, നമ്മളവിടെ ട്രെയിൻ ചെയ്യുന്നു, അവരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അൺലെസ് ഇറ്റ് ഇസ് എ ഫോഴ്സ് വൺ നമ്മുടെ എംപ്ലോയീസിന് നഷ്ടപ്പെടാണ്ട് നോക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പല സ്ഥലത്തും കാണുന്നത് അരഗൻസാണ്. അതായത് എംപ്ലോയീസ് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വേറൊരു ആംഗിൾ, അവർക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്, എന്തുകൊണ്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ല, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആംഗിളിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഷുഡ് ബി എ പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ. ആ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഫങ്ഷൻ ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണെങ്കിലും അവർക്ക് ഈ കാര്യം അസസ് ചെയ്ത് അവരെ റിട്ടൈൻ ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്വം അവർക്ക് വേണം. ദെൻ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണ് ഗ്രീവൻസ് സോൾവിങ്. അതായത് ഒരു പ്രോപ്പർ HR ട്രെയിൻഡ് ഹെഡോ ഡിപ്പാർട്ട്മെൻറ്റോ ഇല്ല എങ്കിൽ ഇവരുടെ പരാതികളൊക്കെ പറയാൻ ഒരു സ്ഥലവും ഇല്ല. വീട്ടിൽ പോയി തന്നെ പറയാൻ പറ്റുള്ളൂ. ആ വീട്ടിൽ പോയി പരാതി പറഞ്ഞാലുള്ള ഡേഞ്ചർ നിങ്ങൾക്കറിയാമല്ലോ. അതൊന്നും ഓർഗനൈസേഷൻ്റെ കെട്ടുറപ്പിന് നല്ല കാര്യങ്ങളല്ല. പുറത്ത് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി മോശമായിട്ട് പറയാൻ ഒരിക്കലും ഒരു അവസരം ഉണ്ടാക്കേണ്ടത് അത് മാനേജ്മെൻറ്റ് അട്ടർ ഫെയിലിയറാണ്. പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ അത് സോൾവ് ചെയ്യാനൊരു സ്പേസ്, നമുക്ക് അപ്രോച്ച് ചെയ്യാനൊരു സ്പേസ് ആ ഓഫീസിൽ തന്നെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഗ്രീവൻസ് സോൾവിങ് അന്ന് തന്നെ ആ ഗ്രീവൻസ് ഉണ്ടാകുന്ന ഒരാൾക്ക് അന്ന് തന്നെ അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാനുള്ള, സോൾവിങ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീവൻസ് മുഴുവൻ എഗ്രി ചെയ്യുക എന്നുള്ളതല്ല, അത് സോൾവ് ചെയ്യുക, അത് ഡൈല്യൂട്ട് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് ഇതിലാക്കുക. അപ്പോൾ ഗ്രീവൻസ് സോൾവിങ് ഒരു മെത്തേഡാണ് നമ്മളെ റിട്ടൈൻ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ. കാരണം എംപ്ലോയി ടേൺ ഓവർ കൂടിപ്പോകരുത്. അത് ടേൺ ഓവർ ഞാൻ ഉദ്ദേശിക്കേണ്ട വരവും പോക്കും കൂടിപ്പോകരുത്. ഞാൻ ഒരു കേസിൽ 2 വർഷം കൊണ്ട് 200 എംപ്ലോയീസ് മാറി. എന്നിട്ട് ഇപ്പോൾ ഉള്ളത് 10 എംപ്ലോയീസാണ്. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും അവിടുത്തെ HR പോളിസി? ടോട്ടലി അവിടെ ഒരു മെസ്സാണ്. അല്ലെങ്കിൽ ഇത്രയും എംപ്ലോയീസ് മാറി വരുമോ?
കമ്പനി ഈസ് ഡൂയിങ് വെരി ബാഡ്ലി. അപ്പോൾ ഇതൊക്കെയാണ് എച്ച് ആറിൽ ഇമ്പോർട്ടൻസ് കൊടുത്താറില്ല. കേസ് സ്റ്റഡിയിലേക്ക് അധികം പോകുന്നില്ല, സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കരുത്. ലാസ്റ്റ് ഫങ്ഷൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സിറ്റ് ഇൻ്റർവ്യൂസ്. നമ്മുടെ എംപ്ലോയീസ് നമ്മളെ വിട്ടു പോകുമ്പോൾ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് അവർ ഓപ്പണായിട്ട് പറയും. അപ്പോൾ അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ആ റൈറ്റ് ഫോമാറ്റ് റൈറ്റ് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ റൈറ്റ് ഫോമാറ്റിലാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കിട്ടും, അവരുടെ എക്സ്പീരിയൻസ് കിട്ടും, അവരുടെ സജഷൻസ് കിട്ടും. ഈ കാര്യങ്ങൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, കോർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തി ആ പേപ്പർ ഫയൽ ചെയ്ത് വയ്ക്കുകയല്ല വേണ്ടേ, ദാറ്റ് ഹാസ് ടു ബി എസ്കലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി. ഇറ്റ് ഷുഡ് റീച്ച് ദ ഓണർ, അൾട്ടിമേറ്റ് ഓണറുടെ അടുത്ത് എത്തണം. ഈ എംപ്ലോയി, എനിക്ക് നല്ലൊരു എംപ്ലോയിയെ നഷ്ടപ്പെടാൻ കാരണം ഇതാണ്. ഒന്നിലെ ആ എംപ്ലോയി നഷ്ടപ്പെടാണ്ട് നോക്കുക, ആ സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും വഴിയുണ്ട് തിരിച്ചു കിട്ടാനും നോക്കുക. അല്ല എങ്കിൽ ഇനി അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ആക്ഷൻസ് എടുക്കുക. ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് പറയുന്നത്, ഈ ഒരു കൾച്ചർ, ഈ ഒരു സിസ്റ്റം അതിൻ്റെ ഓണർ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഓണറായിരിക്കണം ഏറ്റവും കൂടുതൽ പെയിൻ കിട്ടേണ്ടത്. ഒരു എംപ്ലോയി നമ്മളെ നല്ലൊരു എംപ്ലോയി നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പോകുന്ന എംപ്ലോയി നമ്മുടെ ബ്രാൻഡ് അംബാസഡറാണ്. നമ്മൾ ഈ പറഞ്ഞ എംപ്ലോയി പോയിട്ട് അവരുടെ കൊളീഗ്സിൻ്റെ അടുത്ത്, അവർ ജോയിൻ ചെയ്യാൻ പോകുന്ന പുതിയ കമ്പനിയിൽ, പുതിയ സെറ്റപ്പിൽ, പുതിയ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ഈ കമ്പനിയെപ്പറ്റി നല്ലത് പറഞ്ഞു വിടാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ മാനേജ്മെൻറ്റുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാലേ നമുക്ക് കമ്പനി മൊത്തത്തിൽ നന്നാക്കി കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ആ വാല്യൂ, ബ്രാൻഡ് ഇതൊക്കെ നിർത്തണമെങ്കിൽ ആ എംപ്ലോയീസിന് അത്ര കമ്മിറ്റ്മെൻറ്റ് വാങ്ങണം. അവർക്ക് ഇഷ്ടമായിരിക്കണം വർക്ക് ചെയ്യുന്നവർ, പുറത്ത് നിൽക്കുന്നവർക്ക് അസൂയ തോന്നണം ഇവിടെ വർക്ക് ചെയ്യാനുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ ശരിയാക്കാണ്ട് നമ്മൾ എത്ര സെയിൽസോ മാർക്കറ്റിങ്ങോ ബ്രാൻഡിങ്ങോ അഡ്വർടൈസ്മെൻറ്റോ ഇതൊന്നും കൊടുക്കണ കാര്യം നമുക്ക് ഇൻറ്റേർണലി ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ട കാര്യങ്ങളാണ് പേറോള്, ലേബർ ലോസ്, മറ്റേ വാട്ട്സറ്റ് എംപ്ലോയി റിലേഷൻസ്, എൻഗേജ്മെൻറ്റ്, അവരെ കൊണ്ട് കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക, ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്യുക, ബെനിഫിറ്റ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് നടത്താൻ ദേ ക്യാൻ ഡു വണ്ടേഴ്സ്, പ്രൊവൈഡഡ് ടോപ്പ് മാനേജ്മെൻറ്റ് അതിനെപ്പറ്റി മനസ്സിലാക്കി, ഓണർ അതിനെപ്പറ്റി മനസ്സിലാക്കി, അതിനുള്ള ഫ്രീഡം കൊടുത്ത് അത് ഇംപ്ലിമെൻ്റ് ആവുമെന്ന് വന്ന് വാട്ട്സറ്റ് എൻഷുർ ചെയ്താൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ഹാവ് എ സ്മൂത്ത് സെയിൽ ഫോർ ജനറേഷൻസ്.